ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു PCOD സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 6-7 വർഷങ്ങളായിട്ട് എനിക്ക് നല്ല രീതിയിൽ പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് വരില്ലായിരുന്നു. ഇനിയിപ്പോൾ 4-5 മാസങ്ങൾ കൂടുമ്പോഴാണ് പീരിയഡ്സ് വരുന്നത്. വന്നാൽ തന്നെയും എനിക്ക് പീരിയഡ്സ് നോർമലായിട്ട് അത് സ്റ്റോപ്പ് ആവത്തുമില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പോൾ ഡോക്ടറിനെ ചെന്ന് കണ്ട്, അപ്പോൾ ഡോക്ടർ മരുന്ന് തരിക, അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിലേക്ക് കൂടിയായിരുന്നു കേട്ടോ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലായിരുന്നില്ല, ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ നല്ല ക്ലോട്ടായിട്ടാണ് ബ്ലഡ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു പീരിയഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തെല്ലാം ഞാൻ നല്ല രീതിയിൽ ഒരുപാട് ഡോക്ടർമാരെ മാറി മാറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നോർമൽ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തി അപ്പോഴെല്ലാം നോർമലാണ് എന്നാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി ചെല്ലുമ്പോഴും ഈ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം പല ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ ഈ ഡോക്ടർമാരെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ നോർമലാണ്, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആവും, അത് മാറിക്കോളും എന്നാണ് ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റേജ് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു ഡോക്ടറിനെ കാണാനിടയായി. ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, ഒരു ലേഡി ഡോക്ടറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇതുപോലെ എൻ്റെ അടുത്ത് കുറേ ടെസ്റ്റുകൾക്കൊക്കെ എഴുതി തന്നു. അപ്പോൾ ഞാൻ വലിയ ഹോപ്പൊന്നും കൊടുത്തിരുന്നില്ല. കാരണം പഴയ ഡോക്ടർമാരെ ചെന്ന് കാണുമ്പോൾ അവരും ഇതുപോലെ കുറേ ടെസ്റ്റുകൾക്കൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് അടക്കം സ്കാനിങ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം ഇതേപോലെ തന്നെ അവസ്ഥയായിരുന്നു. വെച്ചാൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ നോർമൽ. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഇതിനെയും കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകൾക്ക് എഴുതി തന്നു, സ്കാനിങ് ഒക്കെ തന്നു. അപ്പോൾ അങ്ങനെ ആ ഡോക്ടറിനൊരു സംശയം തോന്നി. അതുപോലെ അപ്പോൾ PCOD ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത ഒരു സ്കാനിങ്ങിനോട് എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ആ ഒരു ടെസ്റ്റ് ചെയ്തു. സ്കാനിങ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ PCOD ആണ്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതുപോലെ ക്യാൻസർ അതുപോലുള്ള വലിയ രോഗങ്ങളിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് ശ്രദ്ധിച്ചേ മതിയാകും എന്നുള്ളത് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഡോക്ടർ ഗുളികകളോ കാര്യങ്ങളോ ഒന്നും ഒരുപാട് തന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഹോർമോണിൻ്റെ ഒരു ഗുളിക മാത്രമായിരുന്നു, അതായത് ഹോർമോൺ ബാലൻസ് ചെയ്യാനുള്ള ഒരു ഗുളിക മാത്രമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഗുളിക കഴിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല, ആദ്യം വെയിറ്റ് കുറയ്ക്കാനായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ അന്ന് എനിക്ക് 83.5 കിലോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ PCOD വന്നതിൻ്റെ പ്രകാരമായിരിക്കാം എനിക്ക് വെയിറ്റ് കൂടിയത്. ഞാൻ പൊതുവേ വെയിറ്റുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. അപ്പോൾ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ഹെൽത്തിൽ വലിയ രീതിയിലുള്ള ശ്രദ്ധയും കാര്യങ്ങളും ഒന്നും ഞാൻ കൊടുത്തിരുന്നില്ല. എന്ത് കിട്ടുന്നോ അത് കഴിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ മധുരങ്ങളും ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഞാൻ. ചോക്ലേറ്റ്, അതുപോലെ കേക്ക്, അങ്ങനെ മധുരമൊക്കെ ഇട്ടിട്ടുള്ള വെള്ളങ്ങളൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഞാൻ. ഹെൽത്ത് പരമായിട്ട് യാതൊരു ശ്രദ്ധയും കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ഇതിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തു, വെയിറ്റ് കുറയ്ക്കുക, എങ്ങനെ വെയിറ്റ് കുറയ്ക്കുക. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതിന് യാതൊരു ഇതും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ സെർച്ച് ചെയ്തപ്പോഴെനിക്ക് മനസ്സിലായി അവരുടെ ആ ഒരു ടൈമും നമ്മുടെ ആ ഒരു ടൈമും, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിലുള്ള ഫുഡുകളൊന്നും കഴിക്കാതെ ഒരു വെയിറ്റ് ലോസിന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എക്സസൈസ് ചെയ്യുന്നതിനോട് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല അവർ തരുന്നൊരു ഡയറ്റ് പ്ലാനുമായിട്ട് എനിക്ക് അങ്ങോട്ട് യോജിച്ച് പോകാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനൊരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യുമായിരുന്നു. അതായത് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒന്നും അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. എല്ലാം ആദ്യം ഞാനൊരു മാസം
പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിച്ചു കേട്ടോ. എല്ലാം കഴിച്ചു, പക്ഷേ അത് എല്ലാത്തിൻ്റെയും അളവ് ഞാൻ കുറച്ചിട്ടായിരുന്നു. ആ ഒരു മാസം ഞാൻ നല്ല രീതിയിൽ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു പിന്നെ ഡയറ്റാണെന്നൊക്കെ ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ എന്നാൽ ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. അതായത് കുറേ ഡോക്ടർമാരെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വെയിറ്റ് കുറച്ചതിൻ്റെ പിന്നെ 95% ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടാണ് എൻ്റെ വെയിറ്റ് കുറച്ചത്. അപ്പോൾ അങ്ങനെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടാണ് ഞാൻ 83.5 കിലോയുള്ള ഞാൻ 56 കിലോ ആക്കി മാറ്റിയത് കേട്ടോ. അപ്പോൾ അവിടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത സമയത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തത്. ഒപ്പം ചെറിയ രീതിയിൽ, അതായത് ഒരു അരമണിക്കൂർ വരുന്ന രീതിയിലുള്ള ചെറിയ വർക്കൗട്ടും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയി നടക്കുക, വർക്കൗട്ട് ചെയ്യുക അങ്ങനെയൊന്നും ആയിരുന്നില്ല ചെയ്തിരുന്നത്, വീട്ടിൽ തന്നെ. അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഞാൻ വാക്കിംഗ് വർക്കൗട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഡാൻസ് വിത്ത് ദീപ്തി എന്നുള്ള ചാനലിൽ നിന്ന് ഞാൻ ചെറിയ 5 മിനിറ്റ് 10 മിനിറ്റ് അടങ്ങുന്ന വീഡിയോസൊക്കെ അവരുടെ ചാനലിലുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ പിന്നെ ABS വർക്കൗട്ട് അങ്ങനെയുള്ള വർക്കൗട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ എടുത്തിട്ടാണ് എനിക്ക് PCOD നല്ല രീതിയിൽ നോർമലായത് കേട്ടോ. കാരണം PCODക്ക് കഴിക്കേണ്ടാത്ത ഫുഡെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് PCOD അതുപോലുള്ള PCOS, തൈറോയ്ഡ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരു രോഗമാണ്, ജീവിതകാലം മൊത്തം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയാണ് എന്നുള്ളത് പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രോഗം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കുക, കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നല്ല രീതിയിലൊരു ചെറിയ രീതിയിലൊരു വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നല്ല രീതിയിൽ നമുക്ക് ശരീരത്തിൽ വേണ്ടുന്ന എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഫാറ്റ്സും എല്ലാം അടക്കിക്കൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഡെയിലി ഒരു 2.5 മുതൽ 3 ലിറ്റർ വെള്ളം വരെ കറക്റ്റായിട്ട് അത് കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നത് വരേക്കും ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.